ഹായ് ഫ്രണ്ട്സ്, റാണീസ് കിച്ചണിൽ ഇന്ന് ഞാനൊരു നാടൻ മധുര പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അരിയുണ്ട. ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ അരി വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിലേക്കിട്ട് വറുക്കാൻ പോവുകയാണ്. അതൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാൻ 10 മിനിറ്റ് സമയമെങ്കിലും വേണം. ഈ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് അരി അളന്ന ഗ്ലാസ്സിൽ ഒരു 3/4 കപ്പോളം ശർക്കര പൊടിച്ച് എടുത്തിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. അതൊന്ന് ഉരുക്കാൻ വയ്ക്കാം. ഇനി അരി നന്നായി ഒന്ന് വറുത്തെടുക്കാം. അരി മൂത്ത് വരുമ്പോൾ അതിൽ വെള്ള കളറിലായി വരും. മുഴുവൻ അരിയും വെളുത്ത് വന്നിട്ടുണ്ട്, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാൻ തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്ത ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ശർക്കര പാനിയാക്കിയതിന് ഒരു പാനിലേക്ക് ഒഴിച്ചേക്കാണ് ഞാൻ. അതിനെ ഗ്യാസിൽ വെച്ച് എടുക്കാം. ഇതാ അരി ഒന്ന് തണുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കയുടെ അരി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയും കൂടി മിക്സിയിലൊന്ന് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ആദ്യം ഈ തേങ്ങ ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് കപ്പലണ്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. കപ്പലണ്ടിയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർത്തതാണ്. അതൊന്ന് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് പൊടിഞ്ഞാൽ മതി. അതും കൂടെ പൊടിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ശർക്കര പാനിയിൽ കിടന്ന് തേങ്ങ ഒന്ന് ചൂടായി വരുന്നത് കൊണ്ട് ഈ അരിയുണ്ട കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. പിന്നെ കപ്പലണ്ടിയും കൊണ്ട് ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കും ഇതിന്. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്കിഷ്ടമുള്ള സൈസിൽ ഉരുട്ടിയെടുക്കാം. നല്ല ചൂടുണ്ട്. തണുത്ത ശേഷം ഉരുട്ടിയെടുക്കണം. നല്ല ചൂടോടെ ഉരുട്ടിയെടുത്താൽ നല്ല കട്ടിയായിട്ട് ഇരിക്കും. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം.
ഒരു ഗ്ലാസ് അരിയിൽ 20 അരിയുണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.